ഗാനഗന്ധർവൻ പ്രിയപ്പെട്ട ദാസേട്ടൻ എവിടെ എത്തിയാലും ഒരു നന്മ പ്രസംഗം ഉറപ്പായും നടത്തും. നന്മയ്ക്ക് വേണ്ടി ഓരോരുത്തരും ന്യൂട്രൽ ആകണം എന്നതാണ് ദാസേട്ടൻ്റെ പുതിയ നയം. എല്ലാവർക്കും നന്മ വരണം, എല്ലാവരെയും ഒരുപോലെ കാണണം. ഏത് മതമായാലും ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ വളച്ചൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. നല്ലത് വരണമെങ്കിൽ തീർച്ചയായിട്ടും ന്യൂട്രൽ, അതായത് ന്യൂട്രൽ ഗിയർ എന്ന് പറയും. ഞാൻ ജെ കൃഷ്ണമൂർത്തിയുടെ ഒരു ചെറിയ ഒരു ദിവസം മാത്രം കേട്ട ഒരു കാര്യമാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിക്കാനിടയായത്. നമ്മൾ സാധാരണ ഓടിക്കുന്ന വണ്ടി, അതായത് ഓട്ടോമാറ്റിക് ഒന്നുമല്ല, അന്നത്തെ പഴയ കാലത്ത് നിന്ന് ചിന്തിക്കുക. അതിന് പല ഗിയറുകളുണ്ട്. ആ ഗിയറുകളിൽ ഒരു ന്യൂട്രൽ ഗിയറുണ്ട്. ആ ന്യൂട്രൽ ഗിയറിലാണ് നമ്മൾ പോയില്ലെങ്കിൽ ആ ഗിയർ ബോക്സിന് കുഴപ്പം വരും എന്നുള്ളത്. അപ്പോൾ ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് ഏത് സംഘടനയിൽപ്പെട്ടവനായാലും ന്യൂട്രലായിട്ട് തൻ്റെ ജാതി മാറണമെന്നോ അല്ലെങ്കിൽ മറ്റൊന്നും ചിന്തിക്കേണ്ട. പക്ഷേ ആദ്യമായിട്ട് താൻ ഏത് നിലയിൽ പോകണമെങ്കിലും ഏത് നല്ലതിനെ എടുക്കണമെങ്കിലും ആദ്യം ന്യൂട്രൽ ആവണം. ന്യൂട്രലിൽ വന്നാൽ മാത്രമേ തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തത്വമാണത്. കാരണം നമ്മൾ പിടിച്ച പിടിയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്. അതിൽ നിന്നൊന്നും ആര് പറഞ്ഞു വേദിയളിക്കാൻ? നല്ലത് മാത്രമേ മുസ്ലിമിലും പറഞ്ഞിട്ടുള്ളൂ, നല്ലത് മാത്രമേ ക്രിസ്തീയ സമുദായത്തിലും പറഞ്ഞിട്ടുള്ളൂ, നല്ലത് മാത്രമേ രാഷ്ട്രീയക്കാരും പറയുന്നുള്ളൂ, നല്ലത് മാത്രമേ മറ്റെല്ലാ സഭകളും പറയുന്നത്. നല്ലത് വരണമെന്ന് പറയുന്നതല്ലാതെ നല്ലത് വരുത്തുന്നില്ല. ഇത് മാത്രമേ ഉള്ളൊരു ദോഷം. ആളുകൾ മാത്രം ന്യൂട്രൽ ആയാൽ പോരത്രേ. മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് രീതിയിലും ഈ ന്യൂട്രാലിറ്റി വേണം എന്നതാണ് പ്രധാനം. പണ്ടൊരിക്കൽ പെണ്ണുങ്ങൾ ജീൻസ് ധരിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുഴിയിൽ വീണ അനുഭവം ഓർത്തിട്ടോ എന്തോ മാധ്യമങ്ങൾ വാർത്ത നൽകുന്ന ചില രീതികളോട് ദാസേട്ടന് നല്ല വിയോജിപ്പാണ്. അതും നന്മ പുലരാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയോ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും വേണ്ടിയും ഒരു ദ്രോഹമോ ദോഷമോ വരരുത് എന്നുള്ള ചിന്തയോടുകൂടി തീർച്ചയായിട്ടും, പിന്നെ പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, നല്ലത് പ്രചരിപ്പിക്കാൻ കൂടുതൽ സമയം ശ്രദ്ധിക്കുക. നിങ്ങളതിനെ വളച്ചൊടിച്ച് വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ ചൂടേറിയ സാധനം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് വരാൻ വേണ്ടി നിങ്ങളെക്കൊണ്ട് മാത്രമേ ഈ ലോകത്തെ നശിപ്പിക്കാനൊക്കും നന്നാക്കാനാക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കാല് പിടിച്ചു പറയുകയാണ്. ദാസേട്ടനാണോ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് നിങ്ങളോടൊന്നൊരു അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങളുടെ പേനയിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയിലുള്ള, നിങ്ങളുടെ മറ്റ് മാധ്യമങ്ങളിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വലിയ ശക്തിയുണ്ട്. ആ ശക്തിയെ ദുരുപയോഗപ്പെടുത്തരുത്. എന്നാൽ തീർച്ചയായിട്ടും മക്കൾ നന്നാകും. ഇനി ഗാന്ധി ജയന്തി ദിനത്തിൽ നന്മയുണർത്തുന്ന ആ ഓർമ്മ, വള്ളത്തോളിന്റെ വരികൾ. ക്രിസ്തുവിന്റെ പരിത്യാഗശീലവും സാക്ഷാത് കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രത്നിദേവന്റെ ദയാവായിട്ടും ശ്രീഹരിചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചൊല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിലില്ലായെങ്കിൽ അവിടത്തെ ചരിത്രം വായിക്കുവിൻ. അതാണ് ഗാന്ധി. ദാസേട്ടന്റെ ആലാപനം കേട്ടെങ്കിലും ഗാന്ധി ശിഷ്യന്മാർക്ക് ബോധം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. മൂന്നാറിൽ യൂണിയൻ ട്രേഡുകാരും മുതലാളിമാരും കൂടി കൈകാര്യം ചെയ്യുന്ന കൂലിക്ക് വേണ്ടി സമരം നടത്തുന്ന സ്ത്രീ തൊഴിലാളികളുടെ വേദനകൾ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. പരസ്പരം ഇഴയെടുപ്പമുണ്ടാക്കാൻ പ്രയത്നിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് ആശംസിക്കാം. ഇന്നത്തേക്ക് വിട. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.